പദ്ധതിയുടെ ആശയ പരിസരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അടിസ്ഥാനപരമായി മനുഷ്യൻ സ്വതന്ത്രനാണ് എന്നും ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ളതാണ് ജീവിതമെന്നും ആ സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പിൽ മതങ്ങളോ രാഷ്ട്രമോ രാഷ്ട്രത്തിൻ്റെയും മതത്തിൻ്റെയും നിയമങ്ങളോ ഒരു വിലങ്ങുതടിയായി മാറാൻ പാടില്ല എന്നുമുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ലിബറലിസം എന്ന ആശയം ഉത്ഭവിക്കുന്നത്. ഇവിടെ വിശദീകരിച്ചതുപോലെ ചരിത്രത്തിലെന്നും മനുഷ്യ സമൂഹത്തിൻ്റെ മാർഗദർശനം നൽകിക്കൊണ്ട് മനുഷ്യന് വഴി കാണിച്ചുകൊണ്ട് ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങളെല്ലാം തന്നെ നിനക്ക് അനുഭവിക്കാനുള്ളത് മാത്രമല്ല, അവ അനുഭവിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിന് ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ നിരന്തരം ഉത്ബോധിപ്പിച്ച മതങ്ങളെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണമെന്ന് മനുഷ്യൻ ആലോചിച്ചപ്പോഴാണ് മനുഷ്യൻ സ്വതന്ത്രനാണ്, ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ളതാണ് ജീവിതമെന്ന വികലമായ ഒരു കാഴ്ചപ്പാട് ജന്മം കൊള്ളുന്നത്. മൗലികമായി മനുഷ്യൻ അവന് സ്വന്തം പേഴ്സണൽ ചോയ്സ് ഉണ്ട്, അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഥവാ മനുഷ്യനെ സ്വന്തത്തെ തീരുമാനിക്കാനുള്ള കഴിവുണ്ട്, ഫ്രീ വിൽ ഉണ്ട് എന്നതാണ് മനുഷ്യനെക്കുറിച്ച് നാം വെച്ച് പുലർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ധാരണ. മറ്റൊരു ഭാഷയിൽ രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ രണ്ട് കാര്യവും ചെയ്യാൻ മനുഷ്യന് സാധിക്കുന്നു എന്നതാണ് ഫ്രീ വിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ ഒരാൾ വീണ് കിടക്കുന്നത്, ചോര വാർന്നൊഴുകുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാഹനം നിർത്തി അല്ലെങ്കിൽ മറ്റൊരു വാഹനം പിടിച്ച് നിങ്ങൾക്ക് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, അദ്ദേഹത്തിൻ്റെ മതിയായ ചികിത്സ ഉറപ്പുവരുത്താം. അതേ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മനുഷ്യനെ സഹായിക്കുന്നതിന് പകരം ആ മനുഷ്യൻ്റെ കീശയിലോ ആ മനുഷ്യൻ്റെ കൈവശമോ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അത് കവർന്നെടുക്കുകയും ചെയ്യാം. ഇത് രണ്ടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. അതാണ് ഫ്രീ വിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരം ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മനുഷ്യൻ ഈ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതാണ് പ്രസക്തമായ ചോദ്യം. വഴിയിൽ വീണ് കിടക്കുന്ന മനുഷ്യനെ കവർച്ച നടത്തണമോ അതല്ല വഴിയിൽ വീണ് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കണമോ എന്നത് ചരിത്രത്തിൽ എക്കാലത്തും മനുഷ്യൻ ഉയർത്തിയ പ്രസക്തമായ ചോദ്യമാണ്. ഇതുപോലെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിക്കൊണ്ടാണ് വേദഗ്രന്ഥങ്ങൾ മനുഷ്യനോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളത് തന്നെയാണ് ലോകം. പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാൻ ആദിയിൽ ആദിമപിതാവായ ആദമിനോട് പറഞ്ഞതുപോലെ വഖുൽനായ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദമേ നീയും നിന്റെ പത്നിയും ഈ സ്വർഗത്തിൽ ജീവിച്ചുകൊള്ളുക. വകുല മിൻഹ റഗദൻ, ഇതിലുള്ള വിഭവങ്ങളെല്ലാം തന്നെ നീ അനുഭവിച്ചുകൊള്ളൂ, ആസ്വദിച്ചുകൊള്ളൂ. പക്ഷേ വലാ തഖറബ ഹാദിഹി ശജറ ഫതകൂന മിനൽ ളാലിമീൻ, നീ ഇന്ന ഒരു മരത്തെ സമീപിക്കാൻ പാടില്ല. ഈ മരത്തെ സമീപിക്കുക എന്നതൊരു പരിധിയാണ്. നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിനക്ക് അനുഭവിക്കാനുള്ളതാണ് ജീവിതം. ഇവിടെ നിനക്കൊരു പരിധിയുണ്ട്. അത് വലാ തഖറബ ഹാദിഹി ശജറ, ഈ മരത്തെ നീ സമീപിക്കാൻ പാടില്ല എന്നതാണ് ആ പരിധി. ആ മരത്തെ നീ സമീപിക്കരുത്. ഏതൊക്കെ മരത്തെയാണ് മനുഷ്യൻ സമീപിക്കാതിരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ചരിത്രത്തിൽ മതപ്രവാചകന്മാർ വന്നത്. ലിബറലിസം പറയുന്നു മതപ്രവാചകന്മാരുടെ ആശയം ഇവിടെ ആവശ്യമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് തന്നെ അത് കണ്ടെത്താൻ സാധിക്കും. മനുഷ്യന് റീസൺ ഉണ്ട്, മനുഷ്യൻ്റെ യുക്തിയുണ്ട്. യുക്തി കൊണ്ട് ധാർമ്മിക നിയമങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നും മതപ്രവാചകന്മാരുടെയോ ദൈവത്തിൻ്റെയോ പ്രസക്തി ഇവിടെയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിബറലിസം സംസാരിക്കുന്നത്. മനുഷ്യൻ ജൈവികമായ ഒരുപാട് താല്പര്യങ്ങളുള്ള അഥവാ ജൈവികമായ ഒരുപാട് ചോദനകളുള്ള ഒരു ജീവിയാണ്. ഉദാഹരണത്തിന് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദനയാണ് അവൻ്റെ വിശപ്പ് മാറ്റണമെന്നത്, ആഹാരം കഴിക്കണമെന്നത്. പക്ഷേ മനുഷ്യനും മൃഗവും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. മൃഗം ഒരു പൊതിച്ചോറ് കണ്ടാൽ ആ ഒരു പൊതിച്ചോറ് വാരി വലിച്ച് തിന്നാൻ വേണ്ടി, ആ ഒരു പൊതിച്ചോറ് തട്ടിപ്പറിക്കാൻ വേണ്ടി മൃഗങ്ങൾ പരസ്പരം കടിപിടി കൂടും.
മനുഷ്യനാകട്ടെ ഒരു പതി ചോറ് കണ്ടാൽ ഈ ചോറ് എനിക്ക് അനുവദനീയമാണോ, ഈ ചോറ് എൻ്റെ ഡിഗ്നിറ്റിയെ, അതാരെങ്കിലും വെറുതെ ഒരു ഔദാര്യം പോലെ എനിക്ക് തരികയാണെങ്കിൽ പോലും എൻ്റെ ഡിഗ്നിറ്റിയെ, എൻ്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന ഒന്നാണെങ്കിൽ കഴിക്കണ്ട എന്ന് വെക്കും. ഈ ചോറ് അല്ലെങ്കിൽ ഈ ആഹാരം എന്നെ സംബന്ധിച്ചിടത്തോളം അന്യായമായി ആരെങ്കിലും കവർന്നെടുത്ത ഒരു ഭക്ഷണപ്പൊതിയാണ് എങ്കിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കും. ഇതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസത്തെക്കുറിച്ചാണ് മതങ്ങൾ സംസാരിക്കുന്നത്. മനുഷ്യനെ പ്രജനനത്തിനുള്ള, മനുഷ്യൻ്റെ തലമുറയെ ഉറപ്പുവരുത്താൻ വേണ്ടി പ്രജനനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മനുഷ്യ ജീവിതത്തിൽ നടക്കേണ്ടതുണ്ട്. മൃഗങ്ങൾക്കും പ്രജനനം നടക്കുന്നു. പക്ഷേ മൃഗങ്ങൾക്ക് തെരുവിലെവിടെയും വെച്ച് ഇണചേരാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇണചേരുന്നതിൻ്റെ ധാർമ്മികമായ ചില നിയമങ്ങൾ ആവശ്യമാണോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ലിബറലിസത്തിൻ്റെ താത്വികാചാര്യന്മാർ മനുഷ്യനോട് പറഞ്ഞത് ഇതൊന്നും പഠിപ്പിക്കാൻ മതങ്ങൾ ആവശ്യമില്ല, മറിച്ച് ജെറമി ബെന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചിന്തകനുണ്ടായിരുന്നു. ലിബറലിസത്തിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വക്താവായ ജെറമി ബെന്തമാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന കാഴ്ചപ്പാട് അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിയേത് തെറ്റേത് എന്ന് നിർണ്ണയിക്കേണ്ടത് മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഒരു മനുഷ്യനെ അവൻ്റെ പെയിൻ കുറക്കുന്ന, അവൻ്റെ വേദന കുറക്കുകയും അവൻ്റെ പ്ലഷർ, അവൻ്റെ ആഹ്ലാദവും സന്തോഷവും വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണോ ആ പ്രവൃത്തി അവനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ്. മറ്റൊരു ഭാഷയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദൈവങ്ങളാണുള്ളത്. ഒന്ന് പ്ലഷർ, മറ്റൊന്ന് പെയിൻ, സന്തോഷം, അതോടൊപ്പം തന്നെ വേദന. ഈ സന്തോഷം വർദ്ധിപ്പിക്കുകയും ആഹ്ലാദം വർദ്ധിപ്പിക്കുകയും വേദന കുറക്കുകയും ചെയ്യുന്ന സർവ്വ പ്രവർത്തനങ്ങളും സൽപ്രവൃത്തിയാണ് എന്നായിരുന്നു ജെറമി ബെന്തം വിശദീകരിച്ചത്. ജെറമി ബെന്തമിന് ശേഷം ഓൺ ലിബർട്ടി എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ പുസ്തകം എഴുതിയ ജോൺ സ്റ്റാർട്ട് മില്ലി എന്ന് പറയുന്ന ചിന്തകൻ, അദ്ദേഹം പറഞ്ഞു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹാപ്പിനെസ് ആണ് പ്രധാനം. മനുഷ്യൻ്റെ ഹാപ്പിനെസ് ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ മാക്സിമം നമ്പർ ഓഫ് പീപ്പിളിന് ഹാപ്പിനെസ് കിട്ടാൻ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ചു കൊണ്ടായിരിക്കണം ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ക്രമങ്ങൾ, രാഷ്ട്രീയ രൂപങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ ഹാപ്പിനെസ്സിന് വേണ്ടി അല്ലെങ്കിൽ പ്ലഷറിന് വേണ്ടിയുള്ളതാണ് ജീവിതം എന്ന സ്വഭാവത്തിലെ ലിബറലിസം പലപ്പോഴും സംസാരിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിൽക്കാലത്ത് പല ലിബറൽ ചിന്തകന്മാർക്കും മനസ്സിലായി, പ്ലഷറാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാപ്പിനെസ് മാത്രമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിബറലിസം എന്ന് പറഞ്ഞാൽ മൃഗീയമായ സ്വഭാവത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ സാധ്യതയുള്ള ഒരാശയമാണ് എന്ന് ലോകം ധരിക്കും. ലോകം ഈ ചിന്തകന്മാരെ കുറ്റപ്പെടുത്തും. അവിടെയാണ് മറ്റു ചിലർ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞത്, മനുഷ്യന് ശരിയും തെറ്റും തീരുമാനിക്കണമെങ്കിൽ മനുഷ്യൻ അവൻ്റെ യുക്തിയെ അവലംബിച്ചാൽ മതി. യുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെ യുക്തി എന്നത് പ്രസക്തമായ ചോദ്യമാണ്. വഴിയിൽ ഒരാൾ വീണ് കിടക്കുമ്പോൾ ഒരാളുടെ യുക്തി അയാളോട് പറയുകയാണ്, കവർച്ച നടത്തിക്കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു മനുഷ്യൻ്റെ യുക്തി അവരോട് പറയുകയാണ്, അവനെ കവർന്നുകൊണ്ട് അവൻ്റെ കയ്യിലുള്ള വിലപിടിച്ച മോതിരം അപഹരിച്ചുകൊണ്ട് നിനക്ക് നിന്റെ കുട്ടികളുടെ പട്ടിണി മാറ്റാം, അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു വീടുണ്ടാക്കാം, അല്ലെങ്കിൽ നിനക്കൊരു സൈക്കിൾ വാങ്ങാമെന്ന് പറഞ്ഞാൽ അയാളുടെ യുക്തി അയാളോട് അതാണ് ഉപദേശിക്കുന്നത് എങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ശരിയും. മറ്റൊരാളുടെ യുക്തി ഈ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അയാളുടെ രോഗം, അയാളുടെ പ്രശ്നം പരിഹരിക്കലാണ് നല്ലത് എന്ന് അയാളോട് പറയുകയാണ് എങ്കിൽ അത് മറ്റൊരാളുടെ ശരിയുമായി തീരുന്നു എന്നതാണ് പ്രശ്നം. ശരിയെക്കുറിച്ചുള്ള കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാതെ യുക്തി കൊണ്ട് ശരി തീരുമാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് തന്നെ അപകടകരമായ ഒരാശയമാണ്. ഇതാണ് ലിബറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മിക പ്രതിസന്ധി. വീണ്ടും ചില ആളുകൾ പറഞ്ഞു, യുക്തി മാത്രം ഉപയോഗിച്ചാൽ പോരാ, നിങ്ങളെ മറ്റുള്ളവരെ അപകടപ്പെടുത്താത്ത പ്രവൃത്തിയായിരിക്കണം ചെയ്യുന്നത്. നിങ്ങൾക്കെന്തും ചെയ്യാം, നിങ്ങൾക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മറ്റൊരു മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങൾ കവർന്നെടുക്കാൻ പാടില്ല. ഹാർബ് പ്രിൻസിപ്പിൾ എന്ന പേരിൽ ചില ആളുകൾ ഈ തത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന, മറ്റൊരാളെ അപകടപ്പെടുത്തുന്ന പ്രവൃത്തിയായിരിക്കരുത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി. ഇവിടെ വളരെ പ്രസക്തമായ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നു. മറ്റൊരാളെ അപകടപ്പെടുത്തരുത് എന്ന് നമ്മെ ആരാണ് പഠിപ്പിക്കുന്നത്?
മറ്റൊരാളെ അപകടപ്പെടുത്തുക എന്നത് തിന്മയാണ് എന്ന് നമ്മോട് ആരാണ് പറഞ്ഞു തന്നത്? മറ്റൊരാളെ അപകടപ്പെടുത്താത്ത പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഒരാളെ അപകടപ്പെടുത്താൻ പാടില്ല എന്ന ഒരാശയം ഈ ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരാളെ അപകടപ്പെടുത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ ആശയഗതിക്കാർ എല്ലാവരും തന്നെ ഒരുപോലെ സമ്മതിക്കുന്ന കാര്യം മറ്റൊരാളുടെ ജീവിതം പവിത്രമാണ്, മറ്റൊരാളുടെ ഡിഗ്നിറ്റി, അവൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഉദാത്തനായ ഒരു സൃഷ്ടിയാണ്. മനുഷ്യരെല്ലാവരും തന്നെ തുല്യരാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെ അപകടപ്പെടുത്തരുത് എന്നാണ് ഇവർ സംസാരിക്കുന്നത്. എനിക്ക് ലിബറലിസ്റ്റുകളോട് വിനയത്തോടു കൂടി ചോദിക്കാനുള്ളത്, അല്ല സുഹൃത്തുക്കളെ, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഒരാളെ അപകടപ്പെടുത്തുക എന്നത് തെറ്റായ ഒരു പ്രവൃത്തിയാണ് എന്ന്? ഒരാളെ അപകടപ്പെടുത്തുക തെറ്റായ ഒരു പ്രവൃത്തിയാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നത് മനുഷ്യരെല്ലാവരും തന്നെ ആദരവർഹിക്കുന്ന ഒരു സൃഷ്ടിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ്. മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്നും മനുഷ്യരെല്ലാവരും ആദരവർഹിക്കുന്നു എന്നതും മനുഷ്യരെല്ലാവരും തന്നെ ഈക്വലായ ഒരു പ്രതലത്തിലാണ് ജീവിക്കുന്നത് എന്നതും ആധുനിക ലോകത്തിലുള്ള ഭൗതികവാദം മനുഷ്യനെ പഠിപ്പിച്ച ഒരാശയമല്ല. അത് മതങ്ങളാണ് മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തത്. പരിണാമവാദത്തിന്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട്, പദാർത്ഥവാദത്തിന്റെ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ തുല്യരാണ് എന്ന് നമുക്ക് സിദ്ധാന്തിക്കാൻ സാധ്യമല്ല. കാരണം നാം കാണുന്ന മനുഷ്യർക്കിടയിലെല്ലാം തന്നെ വൈജാത്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യർക്കിടയിൽ വർണ്ണ വ്യത്യാസങ്ങളുണ്ട്, മനുഷ്യർക്കിടയിൽ ലിംഗ വ്യത്യാസങ്ങളുണ്ട്, മനുഷ്യർക്കിടയിലെ സാമ്പത്തികമായ വ്യത്യാസങ്ങളുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഹ്യൂമൻ ഈക്വാലിറ്റി അഥവാ മനുഷ്യ സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ അനുഭവ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വർണ്ണവും അതുപോലെ തന്നെ ഭാഷയും ലിംഗവും തമ്മിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മനുഷ്യർ തുല്യരാണ് എന്ന മൗലികമായ സന്ദേശം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് മതങ്ങളാണ്. നിങ്ങളൊരു ദൈവത്തെ അംഗീകരിക്കാതെ, ദൈവം മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു, വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ ദൈവം ആദരിച്ചിരിക്കുന്നു എന്ന മൗലികമായ ഒരാശയത്തെ അംഗീകരിക്കാതെ മനുഷ്യൻ ആദരിക്കപ്പെടേണ്ടതാണ്. ദമുഹു ഹറാമും വമാലുഹു ഹറാമും വഗിർലുഹു ഹറാമും, മനുഷ്യന്റെ രക്തം, ജീവൻ പവിത്രമാണ്, അവന്റെ അഭിമാനം പവിത്രമാണ്, അവന്റെ സ്വത്ത് പവിത്രമാണ് എന്ന മൗലികമായ ഒരാശയം നിങ്ങൾക്ക് ലിബറലിസത്തിന്റെ യുക്തിയിലൂടെ കണ്ടെത്താൻ സാധ്യമല്ല. ഈ ആശയം ചരിത്രത്തിന്റെ ആരംഭ കാലഘട്ടം മുതൽ തന്നെ മനുഷ്യരെ ദൈവം പഠിപ്പിച്ചു കൊടുത്ത ഒരാശയമാണ്. ചുരുക്കത്തിൽ ലിബറലിസത്തിന്റെ ധാർമ്മികത ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ പോലും, ലിബറലിസത്തിന്റെ ധാർമ്മിക ന്യായങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ പോലും മനുഷ്യൻ ഒരാദരവർഹിക്കുന്ന സൃഷ്ടിയാണ് എന്നും ബഹുമാനമർഹിക്കുന്ന സൃഷ്ടിയാണ് എന്നും തുല്യരാണ് എന്നും ഒക്കെയുള്ള മതപരമായ ഒരു കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തുല്യത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതല്ല, അവകാശ സമരത്തിലൂടെ നേടിയെടുത്തതല്ല. ചരിത്രത്തിലെന്നും മനുഷ്യൻ തുല്യരായിരുന്നു. അത് ദൈവം മനുഷ്യരെ പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹത്തായ ആശയമാണ് എന്നത് ലിബറലിസം അംഗീകരിക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് ലിബറലിസത്തിന്റെ ചോദ്യങ്ങളെ, ലിബറലിസത്തിന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ. മനുഷ്യൻ സർവതന്ത്ര സ്വതന്ത്രനാണ് എന്ന ഇതേ വാദം ധാർമ്മിക നിയമത്തിൽ മാത്രമല്ല രാഷ്ട്ര പ്രക്രിയയിലും അതുപോലെ തന്നെ സാമ്പത്തിക ജീവിതത്തിലും നാം പകർത്തുകയാണ് എങ്കിൽ ഒരു വ്യക്തി സ്വതന്ത്രമായി ജീവിക്കുമ്പോൾ അവൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഇടപെടാൻ രാഷ്ട്രത്തിന് അർഹതയില്ല. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ, വ്യക്തിയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ വ്യക്തിയുടെ താല്പര്യമാണ്. സമ്പത്തുണ്ടാക്കുക എന്നത് വ്യക്തിയുടെ താല്പര്യമാണ്. അതിനെ നിയന്ത്രിക്കാൻ രാഷ്ട്രം മുന്നോട്ട് വരാൻ പാടില്ല. പുതിയ പുതിയ ടാക്സുകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ രൂപീകരിച്ചുകൊണ്ടും വ്യക്തിയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ രാഷ്ട്രം നിയന്ത്രിക്കരുത്. വ്യക്തിയുടെ ഒരു പ്രവർത്തനത്തെയും രാഷ്ട്രം നിയന്ത്രിക്കരുത് എന്നാണ് ലിബറലിസം പറയുന്നത്. അവർക്കതിനും മറ്റു ചില വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ടാകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രജനനം മനുഷ്യന്റെ ഒരു പ്രത്യേക ചോദനയാണ് എങ്കിൽ, വിഷപ്പടക്കുക എന്നത് മനുഷ്യന്റെ പ്രത്യേകമായ ഒരു ജൈവികമായ താല്പര്യമാണ് എങ്കിൽ, ഈ ഭൂമിയിൽ നിലനിൽക്കുക എന്നതും മനുഷ്യന്റെ താല്പര്യം തന്നെയാണ്. ഈ ഭൂമിയിൽ
നിലനിൽക്കുക എന്നത് മനുഷ്യന്റെ താല്പര്യമാണ്. പക്ഷേ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഭൂമിയിൽ നിലനിൽക്കാനുള്ള മനുഷ്യന്റെ താല്പര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വളരെ നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. ആ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ജർമ്മൻ ചിന്തകനായിരുന്ന ഫ്രെഡറിക് റക്സൽ, അദ്ദേഹം മനുഷ്യന്റെ ഭൂമിയിൽ നിലനിൽക്കാനുള്ള ഈ താല്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു പ്രത്യേകമായ ഒരു പദം ലാബൻസ് റോം എന്ന് പറയുന്ന ഒരു പദം അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ലാബൻസ് റോ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഏതൊരു വ്യക്തിയും ഏതൊരു സമൂഹവും ഇവിടെ നിലനിൽക്കാൻ വേണ്ടി, അവരുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി അവര് ഭൂപ്രദേശങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ പ്രവണതയെക്കുറിച്ചാണ് ലാബൻസ് റോ സംസാരിക്കുന്നത്. എനിക്കിവിടെ ജീവിക്കണമെങ്കിൽ എനിക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ വേണം, എനിക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം വേണം, എനിക്ക് കച്ചവടം ചെയ്യാൻ ആവശ്യമായ റിസോഴ്സ് വേണം, ഉൽപ്പന്നങ്ങൾ എനിക്ക് കച്ചവടം ചെയ്യാൻ ആവശ്യമായ, അല്ലെങ്കിൽ വ്യവസായശാലകളിലെ എനിക്ക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ റിസോഴ്സുകൾ ആവശ്യമാണ്. എനിക്ക് നിലനിൽക്കാൻ വേണ്ട, എൻ്റെ വീടുണ്ടാക്കാൻ ആവശ്യമായ, എൻ്റെ കച്ചവട സ്ഥാപനങ്ങളും വ്യവസായശാലകളും ഉണ്ടാക്കാൻ ആവശ്യമായ ഭൂപ്രദേശം എനിക്ക് ആവശ്യമാണ്. ഇത് മനുഷ്യന്റെ ചോദനയാണ്. ഈ ചോദനയെ, മനുഷ്യന്റെ ഇതുപോലെയുള്ള ബയോളജിക്കൽ നീഡ്സിനെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ഫ്രെഡറിക് റാറ്റ്സലെ ലാബൻസ് റോം എന്ന് പറയുന്ന ഒരു പദത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ലാബൻസ് റോമിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് നേരെ നിങ്ങൾ കയ്യേറ്റം നടത്തുമ്പോൾ അതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്താൻ ലിബറൽ മൂല്യങ്ങൾക്ക് സാധ്യമാണോ? ലിബറൽ മൂല്യങ്ങൾക്ക് സാധ്യമല്ല എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ലിബറൽ മൂല്യങ്ങളെ കുറിച്ച് ഏറ്റവും ആധികാരികമായി സംസാരിച്ച ചിന്തകന്മാരായിരുന്നു ഇമ്മാനുവൽ കാന്റും അതുപോലെ തന്നെ ജോൺ ലോക്കും ജോൺ റാവൽ പോലെയുള്ള ചിന്തകന്മാർ. ജോൺ ലോക്കാണ് ലിബറലിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തകനായി അറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെ ഈ ലാബൻസ് റോമിൽ വിശ്വസിച്ചിരുന്ന ജോൺ ലോക്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റു മനുഷ്യരെ കുറിച്ച് അദ്ദേഹം മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇമ്മാനുവൽ കാന്റ് മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മനുഷ്യനെ ഒരു ടൂളായി ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നും, നിങ്ങളുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഉപകരണമായി മനുഷ്യനെ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നും, സർവ്വ മനുഷ്യരെയും നിങ്ങൾ മര്യാദക്ക് നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെന്നുമാണ് ഇമ്മാനുവൽ കാന്റ് സംസാരിക്കുന്നത്. പക്ഷേ കാന്റിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിച്ചാൽ വെള്ളക്കാർ മാത്രമാണ് അദ്ദേഹത്തിന്റെ മനുഷ്യർ. വെള്ളവംശത്തിന് പുറത്തുള്ള ആളുകളെ അദ്ദേഹത്തിന് മനുഷ്യനായി തോന്നിയിരുന്നില്ല. വൈറ്റ് ഹെഡ് എന്ന് പറയുന്ന ചിന്തകനെ ഒരിക്കലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരുടെ സബ് കോൺഷ്യസ് സബ്മേർജ്ഡ് നോംസ് ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു സങ്കല്പം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. സബ്മേർജ്ഡ് സബ് കോൺഷ്യസ് നോംസ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ മനുഷ്യനോട് തോന്നുന്ന ഒരു പ്രത്യേകമായ വികാരമാണ്. നിങ്ങൾക്കൊരു കുരങ്ങിനെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീസീസ് ആണ്. കുരങ്ങ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കുരങ്ങിനോട് മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറുകയില്ല. നിങ്ങളൊരു നായക്കുട്ടിയെ കണ്ടാൽ നായയോട് നിങ്ങൾ മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറുകയില്ല. ഇദ്ദേഹം പറയുകയാണ്, ഈ സ്വഭാവത്തിലുള്ള സബ്മേർജ്ഡ് സബ് കോൺഷ്യസ് നോംസ് ഓഫ് തോട്ട് ആയിരുന്നു ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും ലിബറൽ ഐഡിയോളജി പ്രഖ്യാപിച്ച, ആ ഐഡിയോളജിക്ക് വേണ്ടി നിലകൊണ്ട പല ആളുകൾക്കും ഉണ്ടായിരുന്നത്. കൊളംബസ് 1492 അമേരിക്കയിൽ വന്നപ്പോൾ അവിടെ കറുത്തവരുണ്ടായിരുന്നു, അവിടെ റെഡ് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കൊളംബസ് എന്ന് പറയുന്ന വെള്ളക്കാരന് ഈ റെഡ് ഇന്ത്യൻസിനെ കണ്ടപ്പോൾ അവരെ മനുഷ്യനായി പരിഗണിക്കാൻ തോന്നിയില്ല. മറിച്ച് മറ്റേതോ ഒരു സ്പീഷീസ് ആണ് എന്ന് പരിഗണിക്കുകയും എന്നിട്ട് 10 കോടിയിലധികം വരുന്ന കറുത്തവരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് കൊളംബസിന് ശേഷം ഇംഗ്ലീഷുകാരും യൂറോപ്യൻസും അമേരിക്ക പിടിച്ചെടുത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം കറുത്തവര് മനുഷ്യവംശത്തിന് പുറത്തു നിൽക്കുന്ന ഒരു വിഭാഗമാണ്. കറുത്തവരെ മനുഷ്യരായി പരിഗണിച്ചില്ല എന്നത് ജോൺ ലോക്കിനെ കുറിച്ച്, ലിബറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായി അറിയപ്പെടുന്ന ജോൺ ലോക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് അടിമകളാക്കി കറുത്തവരെ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്ത് അങ്ങനെ വിറ്റഴിച്ചിരുന്ന ഒരു ആഫ്രിക്കൻ കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്ന, ആ കമ്പനിയിൽ നിന്ന് വരുമാനം സമ്പാദിച്ചിരുന്ന ആ കമ്പനിയുടെ ഒരു ഇൻവെസ്റ്റർ ആയിരുന്നു യഥാർത്ഥത്തിൽ ജോൺ ലോക്ക്. കാരണം
കാരണം ജോൺ ലോക്കിനെ കറുത്തവരായ ആഫ്രിക്കക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെയുള്ള പല രാജ്യങ്ങളിലും അവരെ അടിമവേല ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അടിമ ചന്തയിൽ വിറ്റഴിക്കപ്പെടുന്ന മനുഷ്യരെ അവർക്ക് മനുഷ്യരായി പരിഗണിക്കാൻ സാധിച്ചിട്ടില്ല. പണ്ട് കാലത്ത് റോമക്കാര് മറ്റു മനുഷ്യരെ കാണുമ്പോൾ അവരെ വിളിച്ചത് സാവേജ് എന്നാണ്. സാവേജ് എന്ന് പറഞ്ഞാല് കാട്ടാളന്മാരെന്നാണ് അർത്ഥം. റോമക്കാര് പരിഷ്കൃതരും സാവേജ് എന്ന് അറിയപ്പെടുന്ന ഈ വിഭാഗം കാട്ടാളന്മാരുമാണ് എന്ന് റോമക്കാർ കരുതി. ഗ്രീക്കുകാര് മറ്റു മനുഷ്യരെ വിളിച്ചത് ബാർബേറിയൻസ് എന്നാണ്. ബാർബേറിയൻസ് എന്ന് പറഞ്ഞാൽ പക്ഷികളെ പോലെ കലപില ശബ്ദമുണ്ടാക്കുന്നവരെന്നാണ് അർത്ഥം. ഗ്രീക്ക് ഭാഷ സംസാരിക്കാൻ അറിയുന്നവര് മനുഷ്യരും ഗ്രീക്ക് ഭാഷ സംസാരിക്കാൻ അറിയാത്തവർ മുഴുവനും തന്നെ പക്ഷികളെ പോലെ കലപില ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സംസാരിക്കുന്ന മൃഗങ്ങളെ പോലെയുള്ള പക്ഷികളെ പോലെയുള്ള ഒരു ജീവിയുമായിരുന്നു എന്നാണ് ഗ്രീക്കുകാരൻ അർത്ഥമാക്കിയത്. ഇത് തന്നെയാണ് കൊളോണിയൽ കാലഘട്ടത്തിൽ ജോൺ ലോക്കും ഇമ്മാനുവൽ കാന്റും അതുപോലെ തന്നെ റോളിനെ പോലെയുള്ള ചിന്തകന്മാരും മനുഷ്യരായി പരിഗണിക്കുന്നതിന് പകരം വെള്ളക്കാരെ കുറിച്ച് മാത്രമാണ് അവർ സംസാരിച്ചത്. വെള്ളക്കാരെ കുറിച്ച് മാത്രം സംസാരിച്ചു എന്ന് മാത്രമല്ല, ഈ വെള്ളക്കാരുടെ ലേബൻസ് റോമിന് വേണ്ടി വെള്ളക്കാരുടെ പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുക എന്നത്. അവർക്ക് വിഭവങ്ങൾ വേണം, അവർക്ക് അനുഭവിക്കാനുള്ളതാണ് ലോകം. അതിനുവേണ്ടി ലോകം വെട്ടിപ്പിടിക്കാനുള്ള കൊളോണിയൽ ജൈത്രയാത്ര ആരംഭിച്ചപ്പോൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും വിവിധ രാജ്യങ്ങളിൽ കൊളോണിയൽ ശക്തികൾ തിമർത്താടിയപ്പോൾ ഈ ലിബറലിസത്തിന്റെ വക്താക്കൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ലിബറലിസം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചുമല്ല, ഒരു പ്രത്യേക വംശത്തിന്റെ മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വംശീയതയെ ന്യായീകരിക്കുകയാണ് അത് ചെയ്തത്. ഇന്ന് നിയോ ലിബറലിസത്തിന്റെ കാലഘട്ടമാണ്. നിയോ ലിബറലിസത്തിന്റെ കാലഘട്ടത്തിൽ നിയോ ലിബറലിസത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ റീഗണും താച്ചറും അതുപോലെ തന്നെ മിൽട്ടൺ ഫ്രീഡ്മാനുമാണ്. ഈ മൂന്നാളുകളും ലോകത്തോട് നിയോ ലിബറലിസത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ മൂന്നാളുകളും ലോകത്തിന് മുമ്പിൽ വെച്ച ആശയം തന്നെ ലോകത്തിലുള്ള മുഴുവൻ മാർക്കറ്റുകളും ലോകത്തുള്ള വിപണികൾ ഒന്നടങ്കം തന്നെ പടിഞ്ഞാറിലെ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ തുറന്നു വെക്കപ്പെടണം. പടിഞ്ഞാറിലുള്ള വിഭവങ്ങൾ സമാഹരിക്കുന്ന ഫൈനാൻസ് ക്യാപിറ്റൽ എന്ന പേരിൽ ലോകത്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആഗോള മൂലധന ശക്തികൾക്ക് അനുഭവിക്കാനുള്ളതാണ് ലോകം. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ദുർബല ദരിദ്ര രാജ്യങ്ങളിലെ മനുഷ്യർക്ക് എന്ത് സംഭവിച്ചാലും ശരി, ഈ പടിഞ്ഞാറിലെ ഫൈനാൻസ് ക്യാപിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആഗോള മൂലധന ശക്തികൾക്ക് ഇവിടെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിയോ ലിബറലിസം ഇന്ന് സാമ്പത്തിക പ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എൻ്റെ സംസാരം കേൾക്കുന്ന ആളുകൾ അത്ഭുതത്തോടുകൂടി മൂക്കത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കും, ഇതെന്ത് കഥയാണ്? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഒരാശയം എങ്ങനെയാണ് വംശീയതയെ ന്യായീകരിക്കുക? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഒരാശയം എന്നാണ് കൊളോണിയലിസത്തിന്റെ ചാലക ശക്തിയാവുക. സ്വാതന്ത്ര്യത്തിന്റെ മഹിതമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത ദർശനം എങ്ങനെയാണ് അടിമ ചന്തകളിലെ കറുത്തവരെ വിറ്റഴിക്കുക? ഇത്തരം ചോദ്യങ്ങൾ, ഇത്തരം ഉത്തരം കിട്ടാത്ത നൂറുകണക്കിന് ചോദ്യങ്ങളെ ലിബറലിസത്തിലുണ്ട് എന്നതാണ് വസ്തുത. ലിബറലിസം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും നിങ്ങൾക്ക് ആളുകളെ വിമർശിക്കാമെന്നവർ പറയും, പ്രവാചകനെ വിമർശിക്കാം, പ്രവാചകനെ ഇകഴ്ത്താം. എങ്കിൽ പക്ഷേ നിങ്ങൾ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് പോയിട്ട് ഹോളോകോസ്റ്റിനെ ചോദ്യം ചെയ്താലേ നിങ്ങൾ തടവറയിൽ അടക്കപ്പെടും. അപ്പോൾ ആരെ വിമർശിക്കാമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയമായി എല്ലാം തുറന്നു പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ സ്വതന്ത്രമുള്ള ഒരു പൗരനായി മാറുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഭരണകൂടത്തെ പരസ്യമായി നിങ്ങൾ ചോദ്യം ചെയ്യണമെന്ന് ലിബറലിസം നിങ്ങളോട് പറയും. തലാൽ അസദ് സൂചിപ്പിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കണം. പരസ്യമായി നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ടിങ്ങിന്റെ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രതി ചേർക്കപ്പെടും. ഇതാണ് ലിബറലിസത്തിന്റെ വൈരുദ്ധ്യം. ഇത്തരം നൂറുകൂട്ടം വൈരുദ്ധ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആരുമായി ഇണചേരാം. ഫ്രീ സെക്സ് എന്ന് പറയുന്നത് ലിബറലിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമായി അവർ അവതരിപ്പിക്കും. അതേ അവസരം നിങ്ങൾ ശബരിതി നടത്താൻ പാടുണ്ടോ? കുട്ടികൾ
കുട്ടികളുടെ പോർണോഗ്രഫി പ്രചരിപ്പിക്കാൻ പാടുണ്ടോ എന്ന് പറയുമ്പോൾ ലിബറലിസ്റ്റുകൾ ഉത്തരം മുട്ടും. നിങ്ങൾക്ക് മദ്യപിക്കാം, മദ്യത്തിന്റെ പരസ്യങ്ങളാവാം, മദ്യശാലകൾ എമ്പാടും തുറക്കാം, പക്ഷേ മയക്കുമരുന്നുമായി നിങ്ങൾ വന്നാൽ നിങ്ങൾ ജയിലറകളിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെയുള്ള നൂറുകൂട്ടം വൈരുദ്ധ്യങ്ങളുടെ ഇടയിലാണ് ലിബറലിസം ഇന്ന് ജീവിക്കുന്നത്. ഈ വൈരുദ്ധ്യങ്ങൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും ഈ പ്രപഞ്ചനാഥനായ ദൈവത്തിന്റെ മഹത്തായ വെളിച്ചം വേണ്ട എന്ന് ഒരു കൂട്ടർ തീരുമാനിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എന്തും ചെയ്യും, എൻ്റെ നാവ് കൊണ്ട് ഞാൻ എന്തും വിളിച്ചു പറയും, എൻ്റെ ശരീരം എൻ്റേതാണ്, അതിൽ മറ്റാർക്കും അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സർവ്വ വെളിച്ചവും ഒരു മനുഷ്യൻ നിരാകരിച്ചു കഴിഞ്ഞാൽ സർവാധിനാഥനായ പ്രപഞ്ചനാഥന്റെ വെളിച്ചം ആർക്കെങ്കിലും ലഭിക്കുന്നില്ല എങ്കിൽ അവൻ ഒരു കാലത്തും വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ അവന് സാധ്യമാവുകയില്ല. ഇതാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഇത് പറയുമ്പോൾ ഇവിടെ ലിബറലിസത്തിന്റെ പ്രണേതാക്കൾക്ക് ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനുഷ്യനെ ആദരിക്കണമെന്നും ധാർമ്മിക നിയമങ്ങളെ കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലെ ഉടുതുണി അഴിച്ചു വെച്ച സ്ത്രീയുടെയും പുരുഷന്റെയും ആ ചിത്രം പ്രദർശിപ്പിക്കുന്ന ഈ നാട്ടിലെ ലിബറലുകൾക്ക് അത് മനസ്സിലാകണമെന്നില്ല. കാരണം അവൻ ആഗ്രഹിക്കുന്നത് അവർ വരച്ചു വെച്ചതുപോലെയുള്ള ചിത്രങ്ങളെ ക്യാൻവാസിൽ മാത്രം പോരാ, പ്രായോഗിക ജീവിതത്തിലും മനുഷ്യൻ ഇങ്ങനെ മൃഗീയ സമാനമായി ജീവിക്കണമെന്നാണ് അത്തരം ആളുകൾ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ഒരു ഉദാത്ത സൃഷ്ടിയാണ് എന്നും ദൈവത്തിന്റെ ഏറ്റവും പരിപാവനമായ ഒരു സൃഷ്ടിയാണ് എന്നും മനുഷ്യനെ ആദരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് മനുഷ്യന്റെ രക്ഷാമാർഗമെന്നും അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് ലിബറലിസത്തിന്റെ ഈ വൃത്തികെട്ട മലീമസമായ ധാർമ്മിക അപജയത്തിൽ നിന്നും രാഷ്ട്രീയ മേധാവിത്വത്തിലും മനുഷ്യ സമൂഹം രക്ഷപ്പെടുകയുള്ളൂ. അതിനുള്ള ചില ആലോചനകൾക്ക് ഇതുപോലെയുള്ള സെമിനാറുകൾ തുടക്കം കുറിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.